ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചിക്കൻ വറുത്ത് ഉണ്ടാക്കിയാലോ. ചെറിയ പീസായിട്ടുള്ള എടുത്തിട്ടുള്ള ചിക്കനാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. ഒരു 300 ഗ്രാമോളം എടുത്തിട്ടുള്ളൂ. അതിന് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഓരോ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി അരച്ചത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, കറിവേപ്പില, പിന്നെ ഒരു അര നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിക്കേണ്ട കേട്ടോ. പിന്നെ എല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും അരച്ച് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ആഡ് ചെയ്യാം. കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ ആട്ടോ, അതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു നാരങ്ങ നീര് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഇതനുസരിച്ച്, ഞാനിവിടെ അര നാരങ്ങ നീര് ചേർത്തിരിക്കുന്നത്, അതിൽ കുരുവൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റി ചിക്കൻ്റെ പോലെ ചേർക്കാം. ഇച്ചിരി കൂടുതൽ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഒരു വലിയ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം കേട്ടോ. നാരങ്ങ നീര് ഇല്ലെങ്കിൽ തൈര് ചേർത്താലും മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നാരങ്ങ നീര് ചേർത്താനായിട്ടാണ് മിക്സ് ചെയ്യണമെന്ന്. നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും മസാലയൊക്കെ പിടിക്കണം. ഇതിന് ശേഷം നമ്മൾ അരമണിക്കൂർ മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. എന്നാലാണ് ഇതിലേക്ക് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വയ്ക്കണം. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു സിമ്പിൾ റെസിപ്പി അത്. നമ്മൾ കടകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കഴിക്കാൻ ഒരു ചിക്കനൊക്കെ പോലെ തന്നെയാണ് ഞാനിത് പ്രിപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ. അരമണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിനുശേഷം അരമണിക്കൂറിന് ശേഷം ഒരു ഫ്രൈ പാൻ എടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ വറുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ തീയുടെ ഫ്ലെയിം അല്പം ഒന്ന് കുറയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. ഇട്ട് കൊടുത്ത് പയ്യെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാപ്പുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്ന കേട്ടോ. നമുക്ക് ചോറിനും എല്ലാത്തിനും നമുക്ക് നല്ല ക്രിപ്സി ആയിട്ടുള്ള ചിക്കൻ കഴിക്കണമെങ്കിൽ ഇതുപോലെ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. ഇനി ഇത് പയ്യെ കളറായി വരുമ്പോൾ തിരിച്ചു ഇട്ട് കൊടുക്കണം. അങ്ങനെ 2-3 പ്രാവശ്യം തിരിച്ചും ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. 10-15 മിനിറ്റിനുള്ളിൽ ചിക്കൻ റെഡിയാവും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. കണ്ടോ, നല്ല അടിപൊളി ചിക്കൻ. കളറും ഉണ്ട്, അതുപോലെ നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റില്ല, കഴിക്കുമ്പോൾ അറിയാം. കോൺഫ്ലവറും കൂടി ആഡ് ചെയ്തേക്കണോണ്ട് നല്ല സോഫ്റ്റ്നെസ്സും ചെറിയൊരു പുളിയും കൂടി ഉണ്ടാവും നാരങ്ങ നീര് ഒഴിച്ചതിൻ്റെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളിയത്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തോളായിരുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.